മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 17 20 മുതലുള്ള തിരുവചനങ്ങളെ പ്രതിപാദിക്കുന്നു. ദൈവരാജ്യം വരുന്നത് പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല, എന്നാൽ നാം ആയിരിക്കുന്നിടത്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അതിനായി വിളിക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യ മക്കളും. എൻ്റെ ദൈവവിളി ഏതു തന്നെയായാലും വിളിക്കുള്ളിലെ വിളി ദൈവരാജ്യ സ്ഥാപനമാണ്. നോഹയുടെ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനത്തിലും. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം എപ്പോഴെന്ന് നമുക്കറിവില്ല. എന്നാൽ സദാ ജാഗരൂകരായിരിക്കുവിൻ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവഹിതപ്രകാരം മാത്രമാകട്ടെ. എങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ വലത്ത് ഭാഗത്ത് നിർത്താൻ അവിടെ നമ്മെ യോഗ്യരാക്കും. എൻ്റെ എല്ലാ തിന്മയുടെ ചെയ്തികളെയും ബോധപൂർവം നമുക്ക് പിഴുതെറിയാം. വീഴ്ചകളുടെ പടുകുഴിയിൽ, പാപത്തിന്റെ കരിനിഴലിൽ, വേദനകളുടെ ദുഃഖസമുദ്രത്തിൽ ഞാൻ വീണുപോയാലും എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പൊന്നു തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് തിരികെ നടക്കാം. പ്രതീക്ഷകളുടെ പുതുനാമ്പ് നമ്മിൽ പൊട്ടിവിടരട്ടെ. അസ്തമിച്ചുപോയ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് അവിടത്തോടൊപ്പം ക്രമപ്പെടുത്താം. മനുഷ്യപുത്രന്റെ ആഗമനത്തിനായി ഹൃദയങ്ങളെ നവീകരിക്കാം. അതിനായി ദൈവകൃപാവരം നമ്മിൽ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.